ബ്രില്യന്റിനെ എല്ലാ കാലവും ജനകീയമാക്കുന്നതിന് പിന്നിൽ എപ്പോഴും വിദ്യാർത്ഥികളും മാതാപിതാക്കളും പറയാറുണ്ട് ബ്രില്യന്റിന്റെ 40 വർഷമായിട്ടുള്ള പ്രൊഫഷണലിസത്തെ കുറിച്ച്. അതിന്റെ പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. 40 വർഷക്കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വിജയത്തിന് പിന്നിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ബ്രില്യന്റിനെ നയിക്കുന്ന ചാലക ശക്തിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ബ്രില്യന്റിന്റെ ടൈം ടേബിൾ സെഷൻ. ടൈം ടേബിൾ സെഷനെ ലീഡ് ചെയ്യുന്ന 2 വ്യക്തികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ സ്വന്തം ദീപ മിസ്സും അതുപോലെ തന്നെ ശ്രീകുട്ടി മിസ്സും. മിസ്സേ, സ്വാഗതം. മിസ്സേ, ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോഴും അതുപോലെ ഓരോ ക്ലാസ്സുകളുടെ ഒക്കെ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിലൂടെയും ഒക്കെ മറ്റ് നമ്മുടെ ജനങ്ങൾ അറിയുമ്പോൾ അവർ തീർച്ചയായിട്ടും എപ്പോഴും ചോദിക്കാറുള്ള ഒരു സംശയമാണ്, എങ്ങനെ ഇത്ര കൃത്യമായി വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾക്ക് നൽകുന്നു? ഓരോ സെൻറ്ററുകളിലേക്കുമൊക്കെ അധ്യാപകരൊക്കെ എങ്ങനെ എത്തിച്ചേരുന്നു? എങ്ങനെ ഇത്ര വലിയൊരു സിസ്റ്റം ബ്രില്യന്റിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് കൃത്യമായ മറുപടി പറഞ്ഞു തുടങ്ങും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ദീപ ടീച്ചറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ദീപ ടീച്ചർ എത്ര വർഷക്കാലമായി ബ്രില്യന്റിലേക്ക് വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ടൈം ടേബിൾ സെഷനിലാണ്? അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് പറയാം. കഴിഞ്ഞ 18 വർഷമായി ഞാൻ ബ്രില്യന്റിന്റെ ഭാഗമായിട്ട് അന്ന് മുതൽ ടൈം ടേബിൾ സെക്ഷൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അന്നത്തെ കാലത്തെക്കുറിച്ച് ഓർത്താൽ ഒരു റൂമിൽ ഞങ്ങൾ പ്രൊഫസേഴ്സും ഞങ്ങൾ ടൈം ടേബിൾ എല്ലാം 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അവിടെ നിന്ന് തന്നെ ടൈം ടേബിൾ കൈകാര്യം ചെയ്ത് പ്രൊഫസേഴ്സിനെ ഡയറക്റ്റ് ചെയ്ത് ക്ലാസ്സിലേക്ക് വിടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2024 എത്തി നിൽക്കുമ്പോൾ അന്നത്തെ ടൈം ടേബിൾ സെക്ഷനിലെ 2 സ്റ്റാഫിൽ നിന്ന് ഇന്ന് 30 സ്റ്റാഫിലേക്ക് ടൈം ടേബിൾ സെക്ഷൻ തന്നെ വളർന്നിരിക്കുന്നു. അതുകൂടാതെ 50 ബാച്ചിൽ നിന്നും 500ഓളം ബാച്ചിലേക്കും 50 പ്രൊഫസേഴ്സിൽ നിന്ന് 700ഓളം പ്രൊഫസേഴ്സിലേക്കും ബ്രില്യന്റ് ഇന്ന് വളർന്നിരിക്കുന്നു. അപ്പോൾ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് ദീപ ടീച്ചർ നമ്മളോട് പങ്കുവെച്ചത്. ഏകദേശം 2 ടൈം ടേബിൾ സെഷനിലെ 2 സ്റ്റാഫ് അംഗങ്ങളിൽ നിന്നും ഇപ്പോൾ 30ഓളം പേര്, അതുപോലെ തന്നെ 50 ബാച്ചുകളിൽ നിന്നും 500ഓളം ബാച്ചുകൾ, പിന്നെ അതുപോലെ 50 അധ്യാപകരിൽ നിന്നും 700ഓളം അധ്യാപകരായി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ. അപ്പോൾ 40 വർഷം പിന്നിട്ട് നോക്കുമ്പോൾ വലിയൊരു വളർച്ചയിൽ എത്തി നിൽക്കുകയാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ഇനി നമുക്ക് മിസ്സിനോട് ചോദിക്കാം. മിസ്, തീർച്ചയായിട്ടും മിസ് ഇവിടെ വന്നിട്ട് എത്ര വർഷക്കാലമായി? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. 2014 ജൂൺ 1 ഞാൻ ബ്രില്യന്റ് ജോയിൻ ചെയ്യുന്നത്. വന്ന ടൈം മുതൽ ഞാനും ടൈം ടേബിൾ സെഷൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ടൈം ടേബിൾ സെഷനിൽ 6 സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത്. 6ാമത്തെ ആളായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ മിസ് ഏകദേശം 10 വർഷക്കാലമായി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ വന്നിട്ട് ടൈം ടേബിൾ സെഷന്റെ ഭാഗമായിട്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മിസ്സും നിങ്ങൾ 2 പേരും കണ്ടിട്ടുണ്ട്. അപ്പോൾ മിസ് ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. ടൈം ടേബിൾ സെഷനെ കുറിച്ചൊന്നും അങ്ങനെ ഒരു ധാരണ ഇല്ലാതെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ ഇവിടുത്തെ ഏറ്റവും വലിയ സിസ്റ്റങ്ങളിൽ ഒന്നായ ടൈം ടേബിൾ സെഷനെ എങ്ങനെ അറിയുന്നു, അടുത്തറിയുന്നു? അതിനെക്കുറിച്ച് പറയാം. വന്ന സമയം 1 വർഷത്തോളം എനിക്ക് ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ 6 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പം സീനിയേഴ്സ് ആയിട്ടുള്ള ദീപ ടീച്ചർ, സുജ ടീച്ചർ, സ്മിത ടീച്ചർ, ശാലു ടീച്ചർ, സിബി ടീച്ചർ, ഇവരൊക്കെ നമുക്ക് അവരുടെ എല്ലാം അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ നിന്നിരുന്നത്. അവർ 1 വർഷത്തോളം എന്നെ പറഞ്ഞു തന്നു. പ്രൊഫസേഴ്സിനെ കുറിച്ചും ക്ലാസ്സുകളെ കുറിച്ചും എല്ലാം പറഞ്ഞു തന്ന് ഇവർ ചെയ്യുന്നത് കണ്ട് പഠിച്ച് അവരെനിക്ക് കാണിച്ചു തന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ ടൈം ടേബിൾ സെഷനിലെ സ്റ്റാഫിന്റെ എണ്ണം കൂടി, ബാച്ചിന്റെ എണ്ണം കൂടി, പ്രൊഫസേഴ്സിന്റെ എണ്ണം കൂടി. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് വളരെ ഹാപ്പി ആയിട്ട് സ്മൂത്തായിട്ട് ഞങ്ങളുടെ ജോലി കൊണ്ടുപോകും. ഈ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു തുടക്കമുണ്ട് അല്ലെ? എല്ലാ കാര്യത്തിനും സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് ടീച്ചർ പറഞ്ഞു. ആ ഒരു തുടക്കത്തെക്കുറിച്ച്, നിങ്ങളുടെ ടൈം ടേബിൾ സെഷന്റെ തുടക്കത്തെക്കുറിച്ച് ഒന്ന് ഓർത്ത് പറയാം. തുടക്കമെന്ന് പറഞ്ഞാൽ അന്ന് 4 ഡയറക്ടേഴ്സും കൂടെ ആയിരുന്നു ടൈം ടേബിൾ സെക്ഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു. അന്ന് ഡയറക്ടേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തന്ന് ഓരോ സെക്ഷനും എങ്ങനെ ചെയ്യണം, പ്രൊഫസർമാരോട് എങ്ങനെയൊക്കെ ടോപ്പിക്ക് പറയണം, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് 4 ഡയറക്ടേഴ്സും കൂടെ പറഞ്ഞു തന്നു. ഓവർലാപ്പിംഗ് ഒന്നും ഇല്ലാതെ എങ്ങനെ ടൈം ടേബിൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാം എന്ന് പഠിപ്പിച്ചു തന്ന 4 ഡയറക്ടേഴ്സാണ്. അവരന്ന് പറഞ്ഞു തന്നതാണ് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മിസ്, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കൃത്യമായ ഡയറക്ടേഴ്സിന്റെ ഒരു മേൽനോട്ടത്തിലാണ് അന്ന് അവരായിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. എങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നത് അവരാണ്. ഇപ്പോഴും അതേ ഗൈഡൻസ് ഒക്കെ തന്നെ നമ്മൾ മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 700 അധ്യാപകരുണ്ട്, 500ഓളം ബാച്ചുകളുണ്ട്. അപ്പോൾ അതിനൊരു പ്രൊഫഷണൽ ടച്ചോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പിന്നിൽ എന്തൊക്കെയാണ് സാർ? ഓരോ വർഷം കഴിയുന്തോറും ബാച്ചുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതിനനുസരിച്ച് പ്രൊഫസേഴ്സിന്റെ ഇൻടേക്കും ബ്രില്യന്റ് കൂട്ടുന്നുണ്ട്. കൃത്യമായൊരു ബ്ലൂ പ്രിന്റോട് കൂടിയാണ് നമ്മൾ ടൈം ടേബിൾ സെഷൻ മുമ്പോട്ട് പോകുന്നത്. നമുക്ക് 700ഓളം പ്രൊഫസേഴ്സ് ഉണ്ട്. അതിൽ ഫിസിക്സ് 200 പ്രൊഫസേഴ്സ് ഉണ്ട്, കെമിസ്ട്രി 200 ഉണ്ട്, ബോട്ടണി 125, സുവോളജി 75ഓളം ഉണ്ട്, മാത്തമാറ്റിക്സ് 100ഓളം പ്രൊഫസേഴ്സ് ഉണ്ട്.
ഇത്രയധികം ബാച്ചുകൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പം നമുക്ക് കൃത്യമായൊരു വീക്ക്ലി പ്ലാനുണ്ട്, മന്ത്ലി പ്ലാനുണ്ട്, ഒരു ടൈംലി പ്ലാനുണ്ട്, അതുകൂടാതെ നമുക്ക് ഇയർലി പ്ലാനും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസും വിദ്യാർത്ഥികളും ഒക്കെ ശ്രദ്ധിക്കണം എത്ര കൃത്യമായിട്ടാണ് ആ ഒരു പ്രൊഫഷണലിസത്തെ കുറിച്ച് മിസ് പറഞ്ഞു തന്നെ. തീർച്ചയായിട്ടും ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ്. ഇപ്പം ഇത്ര പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിനിടയിൽ ഒരു അധ്യാപകൻ ഒരു ദിവസം വരാൻ പറ്റിയില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ ടൈം ടേബിൾ സെക്ഷൻകാർ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? അധ്യാപകരുടെ ലീവ് പഠിക്കുവാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ ഒരിക്കലും ബാധിക്കരുതെന്ന് ബ്രില്യൻറ്റിന് നിർബന്ധമുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ബ്രില്യൻറ്റ് ചെയ്തിട്ടുണ്ട്. അധ്യാപകർ ഭൂരിഭാഗവും നേരത്തെ തന്നെ ലീവ് പറയും, അതെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മിസ് പറഞ്ഞു അധ്യാപകരെല്ലാം നേരത്തെ തന്നെ നമ്മളോട് ലീവ് പറയും. പക്ഷേ അടിയന്തരമായിട്ട് പെട്ടെന്നൊരു എമർജൻസി ലീവ് ഒരു അധ്യാപകൻ ചോദിക്കണം, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് വീട്ടിലെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാരണം പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരികയാണ്. അങ്ങനൊരു സമയത്ത് ക്ലാസ് ഇതുവരെ ബ്രില്യൻറ്റിൽ ബ്രേക്ക് ആയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. 40 വർഷമായി ബ്രില്യൻറ്റിൽ ഒരു ക്ലാസ് പോലും ഇതുവരെ അധ്യാപകരില്ലാത്തതുകൊണ്ട് ഫ്രീ ആയിട്ടില്ല. അതിനുവേണ്ടി തന്നെ ഞങ്ങൾ ഓരോ സെൻറ്ററിലും ഓരോ 4 ബാച്ചിൻ്റെ ഗ്രൂപ്പാണുള്ളത്. അതിന് അഡീഷണൽ ഫാക്കൽറ്റി എപ്പോഴും ഓരോ സെൻറ്ററിലും ഉണ്ടാവും. എന്തെങ്കിലും ഇതുപോലെ സാഹചര്യം വന്നാൽ നമുക്ക് അഡീഷണൽ ഫാക്കൽറ്റി കയറാനുണ്ടാവും. എക്സ്ട്രാ ഇരിക്കുന്ന ഈ അധ്യാപകരെല്ലാം ഏത് സമയത്തും ക്ലാസ്സിൽ കയറാൻ അവർ പ്രിപ്പയർഡ് ആണ്. ഓക്കെ. അപ്പോൾ ദീപ മിസ് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രൊഫഷണലിസം അത് ബെർലിനിന്റെ മുഖമുദ്ര തന്നെയാണ്. അതുപോലെ ശ്രീകുട്ടി മിസ്, ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം ബെർലിനിന് കേരളത്തിലുടനീളമായി 8ഓളം സെന്ററുകളാണുള്ളത്. അപ്പോൾ പാലായിൽ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് തന്നെ ഇപ്പോൾ നമുക്ക് കണ്ണൂർ സെന്റർ ഉണ്ട്, കോഴിക്കോട് സെന്റർ ഉണ്ട്, അവിടേക്ക് എത്താറുണ്ടോ? എല്ലാ ജില്ലകളിലുമുള്ള നമ്മുടെ എല്ലാ സെന്ററുകളിലേക്കും ബെർലിനിലെ എല്ലാ പ്രൊഫസേഴ്സും എത്താറുണ്ടോ? തീർച്ചയായും എല്ലാ അധ്യാപകരും എല്ലാ സെന്ററുകളും പോകും. ഇപ്പം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്ന ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്ന കാര്യം, അപ്പം നമുക്ക് നമ്മുടെ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, സബ്ജക്ട് എക്സ്പേർട്സ്, ഞങ്ങൾ ടൈം ടേബിൾ സെഷൻ ഉള്ളവർ എല്ലാവരും കൂടെ ഒരുമിച്ച് മീറ്റിംഗ് വെക്കും. ആ മീറ്റിംഗിൽ നമ്മൾ തീരുമാനിക്കും ഏതൊക്കെ പ്രൊഫസേഴ്സ് ഏതൊക്കെ സെന്ററുകളിൽ ആദ്യം മുതലേ പോകണം എന്നുള്ളത് ആദ്യം എടുക്കണം. അവരുടെ ടോപ്പിക്കും നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും, നേരത്തെ തന്നെ അലോട്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ ആദ്യം ഇപ്പൊ കോഴിക്കോട് എടുക്കുന്ന പ്രൊഫസേഴ്സ് ആണെങ്കിൽ അവിടുത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന ടോപ്പിക്ക് തീർത്തതിന് ശേഷം അവർ അടുത്ത സെന്ററിലോട്ട് മാറും. ഇപ്പൊ ആദ്യം കോഴിക്കോട് എടുത്ത ആള് പിന്നെ കണ്ണൂരിലോട്ട് മാറും, പിന്നെ അവര് എറണാകുളത്തോട്ട് മാറും, അതിനുശേഷം മുത്തോലിക്ക് മാറും, നമ്മുടെ തൃശ്ശൂർ സെന്റർ ഉണ്ട് അങ്ങോട്ട് മാറും, കൊല്ലത്തോട്ട് മാറും, തിരുവനന്തപുരത്തിന് മാറും. അങ്ങനെ എല്ലാ പ്രൊഫസേഴ്സിനും നമ്മൾ എല്ലാ സെന്ററുകളും മാറി മാറി ടൈം ടേബിൾ ഇടാറുണ്ട്. അപ്പോൾ ശ്രീകുട്ടി മിസ് പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ വിദ്യാർത്ഥിക്കും അതിപ്പം ബെർലിനിന്റെ ഏത് സെന്ററിൽ ചെല്ലുന്ന ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസിന് ബെർലിനിന്റെ എല്ലാ അധ്യാപകരുടെയും ക്ലാസ്സുകൾ ലഭിച്ചിരിക്കും. എടുത്തു പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ ബെർലിന്റെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. അതുപോലെ മിസ്സേ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് അലോട്ട് ചെയ്ത് നൽകുന്നു. അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കൃത്യമായി ക്ലാസ് എടുത്തതിന് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ അധ്യാപകർക്ക് മറ്റു ഡ്യൂട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമൊക്കെയാണ്, നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ്റെ കാര്യത്തിലൊക്കെ വ്യാപൃതരൊക്കെ ആവേണ്ടിയൊക്കെ വരാം. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് നടന്നാൽ ഇപ്പോൾ അത് ടൈം ടേബിൾ സെഷനുമായിട്ട് ചർച്ച ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ കൃത്യമായിട്ട് ക്ലാസ്സുകളിലേക്ക് എത്തുന്നതിനൊക്കെ അത് ബാധിക്കാം അല്ലേ? അതിനെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? സാറേ, ആ കാര്യത്തിൽ സാറിൻ്റെ കൺസെപ്റ്റ് തെറ്റി. ബ്രില്യൻറ്റിലെ അധ്യാപകർ പഠിപ്പിക്കുകയും കുട്ടികളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഇടുകയും മാത്രം ചെയ്താൽ മതി. അല്ലാതെ അഡ്മിഷൻ ഡ്യൂട്ടി നോക്കുകയോ അറ്റൻഡൻസ് എടുക്കുകയോ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ നോക്കുകയോ എക്സാം ഡ്യൂട്ടിക്ക് നിൽക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെല്ലാം ബ്രില്യൻറ്റിന് വേറെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ മിസ്സിനോട് ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള 700ഓളം പ്രൊഫസർമാരുണ്ട്. അവരെല്ലാവരും തന്നെ അതാത് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നവർ എല്ലാ ടോപ്പിക്കുകളും എടുക്കാൻ പ്രാപ്തരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പമാവില്ലേ? അതായത് ഒരാളെ തന്നെ ഒരു ക്ലാസ്സിൽ പ്ലേസ് ചെയ്യുന്നു, അവർ തന്നെ എല്ലാ ടോപ്പിക്സും എടുത്തോളും. അങ്ങനെയാണെങ്കിൽ ടൈം ടേബിൾ സെഷൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമാവില്ല. അതിനെക്കുറിച്ച് എന്താ മിസ്സിന് പറയാനുള്ളത്? അതങ്ങനെയല്ല സാർ, ഞങ്ങളുടെ എളുപ്പത്തിനല്ല അവിടെ പ്രാധാന്യം. ബ്രില്യൻറ്റിനെ വിശ്വസിച്ച് വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും മികച്ച ടീച്ചിങ് മെത്തേഡ് കൊടുക്കണമെന്നുള്ള നിർബന്ധം ബ്രില്യൻറ്റിനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി വന്ന് ഒരു ഫിസിക്സിലെയോ കെമിസ്ട്രിയിലെയോ ഡൗട്ട് വന്ന് ചോദിച്ചാൽ അതാത് സബ്ജക്റ്റിൻ്റെ ആൾക്കാർ ഏത് ചാപ്റ്ററിൻ്റെ ആണെങ്കിലും ഡൗട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷേ ചില അധ്യാപകർ സ്പെഷ്യലൈസ്ഡ് ആണ്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്ററാണ് എടുക്കുന്നത്. അതിൻ്റെ ഗുണം നമ്മുടെ കുട്ടികൾക്കാണ് ലഭിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഏത് മേഖല എടുത്താലും അവിടെ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നമ്മൾ 1,00,000 ഡോക്ടർമാരെ സമൂഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്യുന്ന പല മേഖലകളുണ്ട്. കാർഡിയോളജി ആയിരിക്കാം, ന്യൂറോളജി ആയിരിക്കാം, അല്ലേ, ഗൈനക്കോളജി ആയിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ബ്രില്യൻറ്റും. അതായത് വിദ്യാർത്ഥിയുടെ അടുത്തൊരു അധ്യാപകൻ എത്തുന്നുണ്ടെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാ നോളജും ഉണ്ട്, ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാ നോളജും ഉണ്ട്. എന്നാൽ ആ അധ്യാപകൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു മേഖല ഉണ്ടായിരിക്കും.
അത് കുട്ടികൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവും അത്ര വിലപ്പെട്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര വലിയ റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ബെർലിൻ സ്റ്റഡി സെൻറ്ററിലെ ഓരോ അധ്യാപകരും നമ്മുടെ 500ഓളം ബാച്ചുകളിലേക്ക് എത്തുന്നൊരു രീതി അല്ലേ, അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അതിന് മുമ്പ് അധ്യാപകർക്ക് ഒരു വലിയ തയ്യാറെടുപ്പുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ക്രമീകരിക്കുന്നത്? നമുക്കൊരു അധ്യയന വർഷം തീരുമ്പോൾ തന്നെ എല്ലാ സബ്ജക്റ്റിനും അവരുടേതായ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ വർക്ക്ഷോപ്പിൽ ആ സബ്ജക്റ്റിലെ പ്രൊഫസേഴ്സ് ഒരു വർഷം എടുക്കേണ്ട ടോപ്പിക്ക്, അതിന്റെ അലോട്ടഡ് ടൈം, അതിനുള്ള സിലബസ്, അതിന്റെ സിനോപ്സിസ് എല്ലാം ആ വർക്ക്ഷോപ്പിൽ അവർ തയ്യാറാക്കുന്നു. ഓരോ സെഷനിലും എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് അവർ നേരത്തെ തന്നെ ബ്ലൂ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ കൃത്യമായി അവർ പോയി പഠിപ്പിക്കുന്നു, കൃത്യമായ സമയത്ത് അവർ തീർക്കുകയും ചെയ്യുന്നു. ഒരു ബാച്ച് കയറി ഒരു ടോപ്പിക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കിനെ പറ്റി അവരോട് പറയും. അപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ അവർ അടുത്ത ടോപ്പിക്കും നോക്കി തുടങ്ങും. അങ്ങനെയാണ് അവരുടെ ഒരു തയ്യാറെടുപ്പ് അല്ലെ. ഒരാഴ്ച മുമ്പ് തന്നെ കൃത്യമായ ഒരു അലേർട്ട് നിങ്ങൾ കൊടുക്കും. അതനുസരിച്ച് അവർക്ക് പ്രിപ്പയർ ആവാനുള്ള സമയമുണ്ട്. അത് മാത്രമല്ല, മിസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവര് ഈ വർക്ക്ഷോപ്പ്, നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവസാനിച്ച വർക്ക്ഷോപ്പിന്റെ സമയത്ത് കൃത്യമായി പ്ലാൻ ചെയ്യണം. അവർ ആ ഒരു അവധിക്കാലം പോലെ മറ്റു കാര്യങ്ങളിൽ എൻജോയ് ചെയ്യാൻ പോകുന്നതല്ല. ബ്രില്യന്റിലെ ഒരു വർഷത്തെ സിസ്റ്റം എങ്ങനെ പക്കായിട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്യുകയാണ് അവർ. ഒരു ടോപ്പിക്കിലെ ഒരു സെഷനിൽ എന്ത് പഠിപ്പിക്കണമെന്ന് അവർ നേരത്തെ മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അവർ കൃത്യമായി എടുത്തു പോകുന്നതും കൃത്യമായ സമയത്ത് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്. ശ്രീകുട്ടി മിസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു അധ്യാപകൻ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുന്ന അധ്യാപകനാണെങ്കിൽ അത് തന്നെ വിവിധ അധ്യാപകർ ബ്രില്യന്റിൽ എടുക്കാറുണ്ട്. ആ ഒരു ചാപ്റ്റർ തന്നെ അല്ലെ, ഒരുപാട് പേര്. അപ്പോൾ എങ്കിലും ആ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ബ്രില്യന്റിലെ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യവുമാണല്ലേ മിസ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് മിസ്സിന് പറയാനുള്ളത്? അധ്യാപകരുടെ വർക്ക്ഷോപ്പിൽ തയ്യാറാക്കിയ ലെസൺ പ്ലാൻ എല്ലാ അധ്യാപകരുടെയും കൈവശമുണ്ട്. അതനുസരിച്ചാണ് അവരുടെ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നതും കൃത്യമായിട്ട് അവസാനിപ്പിക്കുന്നതും. അതുകൊണ്ട് എല്ലാ ആഴ്ചകളിലും എക്സാമുകൾ കൃത്യമായിട്ട് നടക്കുന്നു. ഈ എക്സാം സിസ്റ്റത്തെ ബേസ് ചെയ്താണ് എൻ്റെ ടൈം ടേബിൾ ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്നത്. എക്സാമിനെ കുറിച്ച് പറഞ്ഞ കാര്യം അതൊന്നുകൂടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഓരോ ആഴ്ചയിലും ഏതൊക്കെ എക്സാം ആണ് നടക്കേണ്ടതെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്ക് മെന്റേഴ്സ് വഴി ഓരോ ആഴ്ചയിലും കൊടുക്കും. അതിനനുസരിച്ചാണ് ടൈം ടേബിൾ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. ഇനി ശ്രീകുട്ടി മിസ്സിനോട് ഒരു ചോദ്യം ചോദിക്കാം. വേറൊന്നുമല്ല, നമുക്ക് 8ഓളം സെന്ററുകളുണ്ട് കേരളത്തിൽ തന്നെ. അതുകൂടാതെ നമുക്ക് ദുബായിലും ഖത്തറിലും ഒക്കെ സെന്റർ ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഇങ്ങനെ ടൈം ടേബിൾ സെഷന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ വിങ്ങുകളുണ്ടോ? കേരളത്തിലുടനീളം 8 സെന്റേഴ്സ് ആണ് നമുക്കുള്ളത്. 8 സെന്ററിലും വിവിധ കോഴ്സുകളാണ് നമുക്ക് നടക്കുന്നത്. അവിടെ റിപ്പീറ്റർ നീറ്റ് ബാച്ച് ഉണ്ട്, IIT ബാച്ച് ഉണ്ട്, JEE മെയിൻ ബാച്ചുകളുണ്ട്, ഫൗണ്ടേഷൻ ബാച്ചുകളുണ്ട്, പിന്നെ ലോങ് ടേം ബാച്ചുകളുണ്ട്, പിന്നെ ഇന്റഗ്രേറ്റഡ് ബാച്ചുകളുണ്ട്. ഇത് ഇത്രയധികം ബാച്ചുകളുണ്ടെങ്കിലും ഇത്രയധികം കോഴ്സുകളുണ്ടെങ്കിലും അത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെൻട്രലൈസ്ഡ് ടൈം ടേബിൾ വിങ് ആണ്. അത് റൺ ചെയ്യുന്നത് നമ്മുടെ മുത്തോലിലെ അതിവിശാലമായ പ്രൊഫസേഴ്സ് റൂമിലാണ്. അത് ശരിയാ. ഇപ്പോൾ ഞാനാണെങ്കിലും ഒക്കെ ഇവിടെ വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പ്രൊഫസേഴ്സ് റൂമിനുള്ളിൽ തന്നെ നിങ്ങൾ 30 പേരടങ്ങുന്ന ഒരു ടീം നിരന്നിരുന്ന് ആ കാര്യങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും അത് കാണാം. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് സാറേ, എല്ലാ സെന്ററുകളിലും ഓരോ ടൈം ടേബിൾ ഇൻചാർജുമാരുണ്ട്. അവർക്ക് നമ്മൾ ഒരാഴ്ച മുമ്പേ ടൈം ടേബിൾ കൊടുക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ക്ലാസ് തീരുന്നതനുസരിച്ച് അന്നത്തെ അപ്ഡേഷൻ നമ്മളെ അന്ന് തന്നെ അവർ അറിയിക്കും. അപ്പോൾ ശ്രീകുട്ടി മിസ് പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നത് സെൻട്രലൈസ്ഡ് ടൈം ടേബിൾ സെഷനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതായത് നമുക്കറിയാം കേരളത്തിൽ 8 ജില്ലകളിലായിട്ട് ബ്രില്യന്റ് സെന്റർ ഉണ്ട്. അതുകൂടാതെ ദുബായിലും ഖത്തറിലും ഇവിടെയൊക്കെ അധ്യാപകർ എത്തുന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ഒരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാം അടങ്ങുന്ന ആ ഒരു 30ഓളം പേരുള്ള ഒരു വലിയ ടീമാണ്. മിസ്, സ്വാഭാവികമായിട്ടും കോവിഡ് കാലം നമുക്കറിയാം, എല്ലാവരും പ്രതിസന്ധി നേരിട്ട ഒരു കാലമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നൊരു കാലമാണ്. അപ്പോഴും ബ്രില്യൻ സ്റ്റഡി സെന്ററിന് കൃത്യമായ സൊല്യൂഷൻ ഉണ്ടാവുന്നു. അത് ഈ ടൈം ടേബിൾ സെഷനിലാണെങ്കിൽ പോലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വളരെ സ്മൂത്ത് ആയിട്ടാണ് ആ സമയത്തും ബ്രില്യൻ സ്റ്റഡി സെന്റർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ കൊടുത്തത്. ആ സമയത്തും നമുക്ക് നല്ല റിസൾട്ടുകളും ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിലും ടൈം ടേബിൾ സെഷന് വലിയ പ്രാധാന്യമുണ്ട്. അന്നത്തെ ആ കാലം ഒന്ന് ഓർത്തെടുക്കാമോ? ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കുട്ടികളില്ലാത്ത ക്യാമ്പസ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്നാൽ ആ സമയത്തും ടൈം ടേബിൾ കൃത്യമായി സെറ്റ് ചെയ്ത് ഓൺലൈനായി ലൈവായിട്ടും റെക്കോർഡഡ് ക്ലാസ് ആയിട്ടും കുട്ടികൾക്ക് എത്തിക്കാൻ സാധിച്ചു. ആ സമയത്തും ബ്രില്യന്റിലെ അത്യാവശ്യം വേണ്ട സെക്ഷനിലെ എല്ലാ ആൾക്കാരും പോലീസ് അധികാരികളുടെ അനുമതിയോടെ വന്ന് ജോലി ചെയ്യാനും സാധിച്ചു. കുട്ടികൾക്ക് കൃത്യമായിട്ട് ക്ലാസ് കൊടുക്കാനും സാധിച്ചു. കോവിഡിന് ശേഷം ബ്രില്യന്റ് പുതിയൊരു സിസ്റ്റം കൂടെ അവതരിപ്പിക്കുകയാണ്. അതാണ് ഓൺലൈൻ ബാച്ചുകൾ.
അതിനുശേഷം ബ്രില്യൻറ്റിലെ എല്ലാ കോഴ്സുകളുടെയും ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ലൈവായിട്ടും റെക്കോർഡായിട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നു. അതിൻ്റെ എല്ലാം ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ദീപ ടീച്ചർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സിനിമയിലെ ഡയലോഗാണ്. എക്സാക്റ്റ് ആ ഡയലോഗല്ല, എൻട്രൻസ് പഴയ എൻട്രൻസ് അല്ല, ബ്രില്യൻറ്റും പഴയ ബ്രില്യൻ്റ് അല്ല. കാലാനുസൃതമായ എല്ലാ മാറ്റങ്ങൾക്കും അപ്പുറം ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തുന്നതിന് ഏറ്റവും ആദ്യം അവിടെ എത്തുന്നത് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററാണ്. അതിപ്പോൾ എയുടെ കാര്യത്തിലാവട്ടെ, അതുപോലെ തന്നെ ആനിമേഷൻ ഉൾപ്പെടുന്ന ക്ലാസ്സുകളുടെ കാര്യത്തിലാവട്ടെ, എന്തിനും ഒരു ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്ന ടെക്നോളജിയുടെ കാര്യത്തിലാവട്ടെ, എല്ലാത്തിലും ബ്രില്യൻ്റ് ആണ് എല്ലാ കാലവും മുൻപന്തിയിലും. ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നതും ബ്രില്യൻ്റ് ആണ്. മിസ്, അപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇതുപോലുള്ള ഇംപ്രവൈസ്ഡ് എയ്ഡുകൾ എന്തെങ്കിലും ക്രമീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും സാർ. കോവിഡിന് ശേഷം നമ്മുടെ എൻ്റെ ബ്രില്യൻ മാറുകയായിരുന്നു. അതോടൊപ്പം നമ്മുടെ ടൈം ടേബിൾ സിസ്റ്റവും മാറി. അത് ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. ബ്രില്യൻ്റ് ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ടാബുകളും ലാപ്ടോപ്പുകളും നൽകി. ഒരു മൾട്ടിനാഷണൽ കമ്പനി വന്ന് ഞങ്ങളെ മാസങ്ങളോളം പരിശീലിപ്പിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും വലിയൊരു കാര്യമാണ് ടെക്നോളജി അതിൻ്റെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മുടെ ഇത് വളർന്നിരിക്കുകയാണ് ടൈം ടേബിൾ സെഷൻ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ? ഈ സോഫ്റ്റ്വെയറിലോട്ട് നമ്മൾ കൃത്യമായി പ്രൊഫസേഴ്സിന്റെ കോഡ്, അവർ പോകേണ്ട സെന്റർ, അവിടെ എടുക്കേണ്ട കോഴ്സ്, എടുക്കേണ്ട ടോപ്പിക്ക്, ആ ടോപ്പിക്കിന്റെ അലോട്ടഡ് ടൈം കൃത്യമായി ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ അവസാനം ഒരു എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ടൈം ടേബിൾ ഫുള്ള് തെളിയുവാണ്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ടെക്നോളജി ബ്രില്യൻ്റ് ആണ് ബ്രില്യൻ്റ് എപ്പോഴും, അല്ലേ? ഓക്കെ. അതോടൊപ്പം സാറേ ഒരു കാര്യം കൂടെ പറയണം. ഇതേ ടൈം ടേബിൾ പ്രൊഫസേഴ്സിന്, നമ്മുടെ കോർഡിനേറ്റേഴ്സിന്, നമ്മുടെ മെന്റേഴ്സിന് നമ്മുടെ അതേ സമയം നമുക്ക് മെയിലായിട്ട് പോവുകയാണ്, മെസ്സേജ് ആയിട്ട് പോവുകയാണ്. മെന്റേഴ്സ് അത് കൃത്യമായി കുട്ടികളിൽ എത്തിക്കുന്നു. സോഫ്റ്റ്വെയർ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് പ്രയോജനം എന്തെന്ന് വെച്ചാൽ പ്രൊഫസേഴ്സിന്റെ ഓവർലാപ്പിംഗ് ഒരിക്കലും നമുക്ക് വരില്ല. ഈ ഓവർലാപ്പിംഗ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്ത അതേ അധ്യാപകന്റെ ക്ലാസ്സിലേക്ക് അതേ ടോപ്പിക്കുമായി മറ്റൊരു അധ്യാപകൻ ഒരിക്കലും എത്തില്ല. പക്ക പ്ലാൻഡ് ആയിട്ടാണ്. സോഫ്റ്റ്വെയർ വരുന്നതിന് മുൻപും ഇതേ പ്ലാനിങ് ഒക്കെ നമ്മൾ നടത്തിയിരുന്നു. എങ്കിലും ഇപ്പം ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആയതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പക്കായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? ദീപ മിസ്സും ശ്രീകുട്ടി മിസ്സും എങ്ങനെയാണ് ബ്രില്യൻറ്റിന്റെ ടൈം ടേബിൾ സെഷൻ ഇത്ര കൃത്യമായി മുൻപോട്ട് പോകുന്നതെന്ന് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. ടെക്നോളജിയുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. ഈ ടെക്നോളജിയിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് ബ്രില്യൻറ്റിന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഡയറക്ടേഴ്സ് കൃത്യമായി ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇവരെയൊക്കെ എങ്ങനെയാണ് ടൈം ടേബിൾ സെഷൻ പഠിപ്പിച്ചത് എന്നുള്ളൊരു കാലഘട്ടം. അന്ന് മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. അത് മറ്റെവിടെയും ഇല്ലാത്തൊരു സിസ്റ്റം തന്നെയാണ് എന്ന് ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളും ഇവിടേക്ക് എത്തുന്ന മാതാപിതാക്കളും ഒക്കെ എപ്പോഴും പറയാറുള്ള വസ്തുതയാണ്. ഇത്തരത്തിൽ നിരവധി ക്രമീകരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ രാജ്യത്തെ നമ്പർ 1 എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ, എന്ന തലക്കെട്ടോടുകൂടി ഇതാ ഇപ്പോൾ ഈ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുൻപിൽ വന്ന് നിൽക്കുന്നത്. അപ്പം മറ്റ് പല ക്രമീകരണങ്ങളും ഒക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഇവർ ഒരുപാട് തിരക്കുള്ള ആളുകളാണ്. ഈ 700 പ്രൊഫസർമാരെ 500 ബാച്ചുകളിലേക്കൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വിടുക എന്ന് പറയുന്നൊരു പ്രോസസ്സിന്റെ പിന്നിൽ ഇവർ ശരിക്കും നല്ലൊരു സമയമൊക്കെ ചെലവഴിക്കാറുണ്ട്. അതിനിടയിൽ നമ്മളുമായിട്ട് ഇത്രയും നേരം പങ്കുവെച്ച ഇവർക്ക് ഒരുപാട് നന്ദി. ഇനിയും മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.